കൽബിന്റെ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച കൽബിനുണ്ട്. മനുഷ്യന് രണ്ട് തരത്തിലുള്ള കാഴ്ചയാണ്. ഒന്ന് കണ്ണുകൊണ്ട് ബാഹ്യമായി കാണുന്ന കാഴ്ച, രണ്ട് കൽബ് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന ഉൾക്കാഴ്ച. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇൽമിന്റെയും ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബസീറത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ബസീറത്ത് നഷ്ടപ്പെടും. ചില ആളുകൾ ഇപ്പോ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ചില ആളുകൾക്ക് ഖുർആനിൽ ഒരായത്ത്, ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ 10 മസ്അല അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റു ചില ആളുകൾക്ക് 3 മസ്അല എന്ന് കിട്ടുള്ളൂ, 3 ഹുക്മ എന്ന് കിട്ടുള്ളൂ. അവൻ പാരായണം ചെയ്താൽ ഒരേ ഖുർആനായിരിക്കും, ഒരേ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകമായിട്ട് കിതാബാവട്ടെ. ഒരാൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് അവന് ലഭിക്കുന്ന ഫായിദ മറ്റൊരാൾ വായിക്കുമ്പോൾ അയാൾക്ക് ലഭിച്ചോളന്നില്ല. അത് ഇവന്റെ തഖ്വയും ബസീറത്തും കൊണ്ട് ലഭിക്കുന്നതാണ്. മറ്റൊരാൾ പാപം ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ അതിൽ നിന്ന് അത് ലഭിക്കില്ല. അപ്പൊ ആ ബസീറത്ത് നഷ്ടപ്പെടും. ബസീറത്ത് നഷ്ടപ്പെട്ട് അവിടെ ദുൽമ നിറയുന്ന അവസ്ഥയുണ്ടാവും. ആ ഇരുട്ട് പിന്നീട് ശക്തിപ്പെടും. അത് കൽബിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് തെളിയും. കൽബ് കറുത്തിരുണ്ടു പോകും. അത് കൂടുന്നത് അതിന്റെ അവസ്ഥ അനുസരിച്ച്. ഇനി മരണസമയത്ത് അത് അവന്റെ മുഖത്ത് പ്രകടമാവും, ശരീരത്തിൽ പ്രകടമാവും. അത് ബർസഖിലും അതുപോലെയായിരിക്കും. അവന്റെ ഖബറ് കൂരാകൂരിട്ട് നിറഞ്ഞ അവസ്ഥയാവും. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖബർ കാണിച്ച് പറഞ്ഞതുപോലെ, ഇന്ന ഹാദിഹിൽ ഖുബൂറ മുംതരിഅത്തുൻ അലാ അഹ്ലിഹാ ദുൽമതൻ. ഈ ഖബറ് അതിന്റെ ആളിന്റെ മേലെ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. വഇന്നല്ലാഹു മുനവ്വിറുഹാ ബിസലാത്തി അലൈഹിം. ഞാൻ അവരുടെ മേലെ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു അവിടെ പ്രകാശം നിറച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അഥവാ തിന്മ ചെയ്താൽ നമ്മുടെ ഖബറുകൾ ഇരുട്ട് നിറഞ്ഞ, ഭയപ്പാട് നിറഞ്ഞ അവസ്ഥയിൽ ആയിത്തീരും.